ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോടേക്ക് പോവാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ കുറേ നാളായി ഹെയർ കളർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹെയർ ഫുൾ കളർ അടിക്കാനാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ എന്നോട് നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കറക്റ്റ് 11 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ ഹെയറിൽ കളർ അടിച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട് അടിക്കുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ 1 ഇയർ മുമ്പാണ് എൻ്റെ ഹെയർ കളർ ഒരു ബ്രൗൺ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എന്റെ ഹെയർ ഒക്കെ നോക്കിയപ്പോഴാണ് അവര് പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് അധികം കളർ പിടിക്കൂലെന്ന്. എന്റെ മൂഡ് ഫുൾ അപ്പൊ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആയിട്ട് കളർ വരും, പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ കളർ അടിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ നാനോപ്ലാസ്റ്റിയ വെറുതെ ചെയ്തെന്ന് വിചാരിക്കുന്നത്. കാരണം നാനോപ്ലാസ്റ്റിയ സ്മൂത്തനിങ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്താൽ പിന്നെ നമ്മൾക്ക് ഒരു ഹെയർ സ്റ്റൈലും പരീക്ഷിക്കാൻ കഴിയൂല. കുറെ ആൾക്കാരുടെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ വിചാരിച്ച കളർ കിട്ടിയില്ലെങ്കിലും ഒരു അടിപൊളി കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഹെയറിൽ എന്ത് കളറാ അടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഫൈനൽ ലുക്ക് ഒന്നും എടുക്കേണ്ട ടൈം ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ഇത് ചെയ്തതിനപാട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൂർ എത്തി ട്രെയിൻ ഇറങ്ങിയപ്പോൾ എന്റെ ബ്രദർ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ഫൈനൽ ലുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.